റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അവൽ മിൽക്ക് ഷേക്ക് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുത്താലോ. ഒരു പാക്കറ്റ് കട്ടപ്പാലുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 4 ഗ്ലാസോളം മിൽക്ക് ഷേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചി തന്നെ കേട്ടോ. ഉണ്ടാക്കി നോക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാക്കറ്റ് കട്ടപ്പാൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടപ്പാൽ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ സാധാരണ നമ്മൾ പാല് തിളപ്പിച്ച് ആറിയ പാല് എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ട്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കട്ടയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇടാനായിട്ട് അവലിന് നമ്മൾ വീട്ടിൽ സാധാ എടുത്തേക്കുന്ന വെള്ള അവലോ അതല്ലെങ്കിൽ ചുവന്ന അവലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതെടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. വറുത്തെടുക്കുമ്പോൾ നല്ല കരിമുരാന്നിരിക്കും. ഇനി ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വറുത്ത് കിട്ടിയേക്കുന്ന അവൽ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അതായത് ഇതുപോലെ കട്ടപ്പാലൊന്ന് കട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടയൊക്കെ ഒന്ന് അടത്തി ഇതുപോലെ നടിച്ചെടുക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, ഏകദേശം ഒരു ഐസ്ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ചെറുപഴം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആ ചെറുപഴം ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ബൂസ്റ്റിൻ്റെ ഹാഫ് അതും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിട്ട് അടിച്ച് അതുപോലെ പതപ്പിച്ചെടുക്കാം. നല്ല മണമുണ്ട്, നല്ല രുചിയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഒരു പൊരിയാവൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബൂസ്റ്റ് കൊട്ടി കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് ടോട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും ആയിരിക്കും, അതേ ലുക്കും ആയിരിക്കും. കാണാൻ നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സും നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ കാണാൻ ലുക്കിന് മോചനൊക്കെ ആയിട്ട് ഇത്തിരി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഒരു ഹാഫ് നമ്മൾ ഷേക്ക് ഇതുപോലെ എടുത്ത് പകുതി വീതം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ പകുതി ഒഴിച്ചതിലേക്ക് നമ്മൾ ആ പൊരിയാവൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയും കൂടി ഫുൾ ലെവലിൽ നിറച്ച് വെച്ചിട്ട് കുറച്ച് ബൂസ്റ്റ് മുകളിൽ തുള്ളി കൊടുക്കുക. അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഒരു ഇത്തിരി കാഷ്യൂ നട്ട്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു 10 രൂപയുടെ ഐസ്ക്രീം വാങ്ങുവാണെങ്കിൽ മുകളിലേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുത്ത് ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അതേപോലെ ബൂസ്റ്റൊക്കെ തൂളെടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. ഉണ്ടാക്കി നോക്കാം കേട്ടോ.